ചേട്ടാ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് അത്യാവശ്യമായിട്ട് ടർഫിലേക്കൊന്ന് വന്നം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ പയ്യനെ കുറച്ച് പ്രായം ഉള്ള പിള്ളേരാണ് കുറച്ച് തല്ലിയിട്ടുണ്ട്, അവന് ശരിക്കും ഇടിയിട്ടുണ്ട്, ഒന്നിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് കൊണ്ട് പരാതി കൊടുക്കണം. ആകെ സീരിയസ് ആണ്, അവൻ ആകെ ഒരുപാട് തല്ലി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചേട്ടാ വിഷ്വലുണ്ട് അവിടെ, അവരോട് ചോദിച്ചാൽ അത് എടുത്തു തരും, ഞാനെല്ലാം റെഡിയാക്കി തരാം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. തലക്ക് ഇടിയിട്ടുണ്ട്, ബാക്കിൽ നിന്നൊക്കെ ഇടിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് 10-15 പേര് പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഇടിച്ചാണ്. ഇവർ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഗൗരവമാണ്. അപ്പോൾ അത് ഇത്ര നാളായിട്ട് ഇങ്ങനെ പകയായി വന്ന് ഈ ഇൻസ്റ്റാഗ്രാം വഴി വെല്ലുവിളികൾ ഉണ്ടായെന്ന് പറഞ്ഞത്. 3 ദിവസം അവധിക്കാണ് വീട്ടിൽ വന്നത്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ചെയ്തത്. കാരണം തല്ലിയത് 17 വയസ്സ് കഴിഞ്ഞവരും 18 വയസ്സ് എന്തോ അടുക്കായ പിള്ളേരാണ്. കാരണം കളിച്ചത് ചെറിയ പിള്ളേരാണെങ്കിലും ഇതിൽ സമപ്രായക്കാരായ ഒരാളുകൾ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അവനാണ്. പക്ഷേ തല്ലിയത് അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ ചേട്ടന്മാരും കൂട്ടുകാരും കൂടിയാണ് തല്ലിയത്. 17-18 വയസ്സുള്ള പിള്ളേരാണ്. അതിൽ ജൂഡോ പഠിച്ച 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ അവന്മാരാണ് ജൂഡോ സ്റ്റൈലിൽ തല്ലിയേക്കണത്. അതിന് ശരിക്കും കേടുണ്ട്, ആ വിഷ്വലിൽ ശരിക്കുമുണ്ട്. പിന്നെ കൊലവിളി നടത്തുന്നുണ്ട്, നിന്നെ കൊന്നുകളയോടാ എന്നൊക്കെ തെറിയാണ് വിളിക്കണത്. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത്. നിസ്സാര കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ ഇവർ ഭാവിയിൽ കൊട്ടേഷൻ പിള്ളേരാണ് ഇവർ. കാരണം കാരണന്മാർ ഇടിപിടിക്കും, കാരണന്മാർ സോൾവ് ചെയ്യും. ഇപ്പോൾ ഇവർ സോൾവിങ്ങിൻ്റെ വക്കിൽ നടക്കുകയാണ് പുറകെ. പലരും വിളിച്ചിട്ടുണ്ടായി സോൾവ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞു.